ഏകദേശം കുറച്ചുകൂടെ കഴിച്ചിട്ടുണ്ട്. എന്തായാലും തോറ്റിക്കണം മാളുവാണ് എന്ന് ഫൈനലാണ്. ഇനി മാളു എന്ത് ഫസ്റ്റും സെക്കൻഡും എന്തായാലും പണിഷ്മെന്റ് ഇല്ല. തേർഡിനാണ് പണിഷ്മെന്റ്. ഏട്ടൻ കഴിച്ചു കഴിഞ്ഞു. എന്നാലും ഞാൻ സെക്കൻഡാണ്, കാരണം ഞാൻ ഇത്രയും കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഞാനാണ് സെക്കൻഡ്, മാളു തേർഡാണ്. പക്ഷെ എന്നാലും മാളുവിന് ഒരുപാട് ഞാൻ വി ഷുഡ് അപ്രീഷിയേറ്റ് ഹാൻഡ്സ് ഓഫ്. അപ്പം നമുക്കിനി പണിഷ്മെന്റിലേക്ക് പോയല്ലേ. നമുക്ക് പണിഷ്മെന്റ് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ചാലഞ്ച് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിഷ്മെന്റ് ഉറപ്പാണെന്ന്. സോ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാനായിട്ട് മനസ്സോടെ മാള് വന്നിരിക്കുക. ബട്ട് ഐ അപ്രീഷിയേറ്റ് യുവർ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ, വി ഷുഡ് ഓൾ. പിന്നെ പണിഷ്മെന്റ് ആക്ച്വലി ഞാൻ വേറെയാണ് വിചാരിച്ചിരുന്നത്. കാരണം എന്ന് വെച്ചാൽ പെയിന്റ് വെച്ച് ഇവളെ മുഖം അലങ്കരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത്, സീരിയസ് ആയിട്ട്. പക്ഷെ ഇവള് ഏട്ടൻ്റെ കാല് പിടിച്ച് ആ പണിഷ്മെന്റ് മാറ്റി. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കൂല. ഞാൻ എൻ്റെ ലിപ്പും ലിപ് പാലറ്റും അതേപോലെ തന്നെ ഐഷാഡോ കാജലൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ അവളെ അലങ്കരിക്കുക, അവളെ മുഖം. അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ലല്ലോ. സോ നമുക്ക് അലങ്കാരത്തിലോട്ട് പോകാം. അതാണ് ആക്ച്വലി ഇവളെ പണിഷ്മെന്റ് കേട്ടോ. ഇവളെ രൂപം എങ്ങനെ നല്ല ഭംഗിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത്. സോ നമുക്ക് മേക്കപ്പ് വീഡിയോയിലേക്ക് സുസ്വാഗതം. ആദ്യമേ ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ പൗഡർ ഈ വീട്ടിലില്ല, അല്ലെങ്കിൽ പൗഡർ വെച്ചൊരു നല്ലൊരു ഭംഗിയുള്ള രംഗോലി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഐടെക്സ് കാജിലെടുത്താൽ ആദ്യം തന്നെ എനിക്കറിയാം. നമ്മളപ്പോൾ അത് കഴുത്തിങ്ങനെ പിടിക്കണം, ഉടനെ കുറച്ച് ഭംഗിയാക്കണമല്ലോ. മാളുവിൻ്റെ പിരിക് ഓൾറെഡി കുറച്ച് ഭംഗിയായിരിക്കണോണ്ട് എനിക്ക് കുറച്ചും കൂടെ രീതിയിലാക്കാൻ നല്ല എളുപ്പമുണ്ട്. എന്ത് നല്ല ഭംഗിയായിട്ടാണ് ആക്ച്വലി ആ വരപ്പ് വരണമെന്നുണ്ടോ. കണ്ടോ നിങ്ങൾ ആ ഒരു ലൈൻ എല്ലാവരും നോക്കി എന്ത് നല്ല ഭംഗിയായിട്ടാണ് ഞാൻ ചെയ്തേക്കണമെന്ന്. ഇനി നമുക്കിതിൽ കുറച്ച് കളർ പരിപാടിയുണ്ട്, അതും കൂടെ ഒന്ന് ചെയ്യട്ടെ. മതി. നോ, അടിപൊളിയല്ലേ. ബട്ട് എനിക്ക് നല്ലപോലെ മേക്കപ്പ് ചെയ്യാൻ അറിയാം. അതറിയാമോ നിങ്ങൾക്ക്? കഴുത്ത് വേണ്ടെടുക്കണ. സോറി. അയ്യോ ഓടിഞ്ഞടേ. കുഴപ്പമില്ല, 10 രൂപയുടെ ഐടെക്സ് ആണ്, നമുക്ക് വീണ്ടും വേറെ വാങ്ങാം. പിന്നെ എൻ്റെ ഈ കൈ കൊണ്ട് എന്നാലും നമ്മൾ തളരരുത്. ഓക്കെ, നമ്മൾ തളരാനേ പാടില്ല. നമ്മള് കുഴപ്പമില്ല. പലപ്പോഴും കിട്ടുന്ന ചാൻസ് ആണ്. അനിയത്തിമാരെ എങ്ങനെ ദ്രോഹിക്കണമെന്ന് അത് ഞാൻ ഒരിക്കലും കൈവിടാറില്ല. ഓഹോ, നമുക്ക് വേറെയും വാങ്ങാലോ ഐടെക്സ്. ഐടെക്സ്കാരോടൊന്നും പറയണം കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി വെക്കണോ. മാറി നോക്കട്ടെ, കുറച്ച് ഭംഗിയുണ്ടോ നോക്കട്ടെ. എനിക്ക് നിന്ന് ചെയ്യണതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്നാൽ ആ ഒരു സ്ട്രക്ചറൊക്കെ വരുള്ളൂ. ഇത്രേ കട്ടിയാക്കല്ലേ. നോക്കട്ടെ. അടിപൊളി കേട്ടാ. ഞാൻ ചെയ്യുന്നേ പറയൂല. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ തലേ തേച്ചാൽ മതി. അപ്പോൾ കുറച്ചൊക്കെ അങ്ങ് പോകും. ഓക്കെ, ഇനി നോക്കട്ടെ. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ എനിക്കൊരു മേക്കപ്പ് ബ്രഷ് വാങ്ങണം കേട്ടോ. എൻ്റെ വീട്ടിൽ ആ സാധനമേ ഇല്ല, ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ചീത്തയായിപ്പോയി. അതുകൊണ്ട് ഇനി അത് വാങ്ങണം. എന്തായാലും ഇപ്പം ഞാൻ കൈയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കാണ് കുറച്ചും കൂടെ എനിക്ക് ഐഷാഡോ പാലറ്റ് കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. കുറച്ച് കളറുള്ള സാധനങ്ങൾ ഇടാനൊക്കെ നല്ലത്. കണ്ണ് താത്തോ കളല്ലേ. നോട്ട് ബാഡ്. ഞാൻ കൊളാക്കാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നല്ല ഭംഗിയായിട്ടാണ് പറഞ്ഞത്. എല്ലാം കുഴപ്പമില്ല. ഇവിടെ ഇല്ല, കുറച്ചും കൂടെ ഒരു ഭംഗി വേണമല്ലോ. അല്ല, അവിടെ നമുക്ക് ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പറയാം, ഞാനാണ് ചെയ്തതെന്ന് പറയേയില്ല. ഇനി നമുക്ക് ഈ ഒരു സാധനം താഴോട്ടാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഹൈലൈറ്റ് നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. കാരണം ആ തെങ്ങെന്ന് ആ കണ്ണ് തിളങ്ങാനാണ്. അങ്ങോട്ട് സെറ്റ്. ഇനി അടുത്തതാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്.
അടുത്ത് എന്തോ ചെയ്യണ്ട. ആ അയ്യോ ഇനി ഇതാ വീണ്ടും അതാണ് കുളമൊക്കെ ഞാൻ കിടിലോണം ആക്കിക്കൊണ്ടിരിക്കണ കൈപ്പുണ്യം. വെയിറ്റ് ചെയ്യ്, ഞാൻ അത് ലിപ്സ്റ്റിക് ഇട്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊരു 10 കൈയെങ്കിലും ഒരു ഹാൻഡിൽ വേണം കേട്ടോ. ഈ 3 കൈയും ചീത്തയായി പോയി നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? ഓ സോറി, വിരൽ. ഓക്കെ, കൈയല്ല വിരൽ. ഏത് കളർ വേണം? നീ തന്നെ സെലക്ട് ചെയ്യും. ഞാൻ നിനക്ക് ഡാർക്ക് ചെയ്യാം. ഇത് ആക്ച്വലി ഞാൻ ബ്ലഷാണ് കേട്ടോ ചെയ്യുന്നത്. ബ്ലഷ്. ഓക്കെ, ആവശ്യത്തിനുള്ള ബ്ലഷ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴിവുള്ള കുട്ടിയാണ് ഞാൻ. സോറി. കൊള്ളാല്ലേ? ഇങ്ങനെ ആക്കിയിട്ട് കുളമാണില്ലല്ലേ മനുഷ്യന്. ഇനി അടുത്ത് എന്നാ മാളുവിന് ഇഷ്ടപ്പെടാത്തൊരു കളർ ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടി പോയി. ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഞാൻ അപ്പരേ പയന് വല്ല പെയിൻറ് വല്ലതെടുത്ത് വാങ്ങാമെന്ന്. ഈ മാളുമാണ് ഏട്ടൻ്റെ കാല് പിടിച്ചില്ലാതാക്കിയത്. എന്നാൽ കുറച്ചും കൂടെ ഞാൻ കലാവിരുന്ന് അടിച്ചത്. എനിക്കിത് ആക്ച്വലി ലിമിറ്റഡ് പ്രോഡക്റ്റ്സേ ഉള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. നോക്കട്ടെ, സ്ത്രീധനത്തിലൊരു അമ്മായിയമ്മയെ പോലെ ഉണ്ടല്ലേ ഇവളല്ലേ. ഞാൻ ചണ്ടാലി ആക്കാൻ വേണ്ടി നോക്കിയാണ്. ചണ്ടാലി നോക്കിയോ, സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതാണ് ഈ നെറ്റിയിൽ. അങ്ങോട്ട് അടിപൊളി കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി എങ്ങനെ ചെയ്തിട്ടൊരു ഭംഗി കുറവടി നിനക്ക്. എൻ്റെ ആർട്ടിസ്റ്റിക്കിനെ എനിക്ക് ഒറിജിനലി തലയിൽ തേക്കിട്ട് എനിക്ക് അപ്രിഷ്യേറ്റ് നിങ്ങൾ തന്നേ പറ്റുള്ളൂ. നോക്കട്ടെ. ഷോ, ഇനി മീശ. ഓൾറെഡി മാളൊരു മീശ ഉണ്ട് കുറച്ച്. നമുക്ക് കുറച്ചുകൂടെ മീശ കറുപ്പിച്ച് നോക്കാം. കുറച്ച് താടിയും കൂടെ ചെയ്യിപ്പിക്കാം അല്ലേ? മീശ വളർന്നൊന്നല്ല. മീശ വളരുള്ള സിംഗം മീശയാക്കാം. സിംഗം 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 ലൈഫ് ടു ദ സിംഗം. നീ ഈശ്വര ഡാർക്ക് ആവോ എന്തോ. എന്തായിരടി എൻ്റെ സിംഗം ബേബി. ഒരുപാട് കറുപ്പിക്കണത് മതി. അല്ല എൻ്റെ അങ്ങോട്ട് ഇനി കുറച്ച് താടി. ഓക്കെ, താടി മസ്റ്റാണ്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡാണ് താടി. അപ്പം മതി അമ്മോ. അവിടെ ഇനി മൂക്കിൽ കുറച്ച് കോണ്ടറിങ്ങിൻ്റെ ഇല്ല. അതുകൊണ്ട് നമുക്ക് കരി ഉണ്ടല്ലോ, ഈ കരി എടുത്ത് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത കോണ്ടർ. ഓക്കെ, ഇവിടെ ഒരു കോണ്ടർ നോക്കട്ടെ. എനിക്ക് ചിരി പറഞ്ഞു ഗായ്സ്, എനിക്ക് ചിരി പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാൻ ഇതിൻ്റെ ഇല്ല കുറച്ചും കൂടെ ഞാൻ എന്തെങ്കിലും നോക്കട്ടെ, എന്തെങ്കിലും ഒരു കുറവുണ്ടാകുന്നു. ഒരു കുറവുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഈ വയലറ്റ് കളർ ലിപ്സ്റ്റിക് ആക്കില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആക്ച്വലി കൊള്ളമുള്ളത്. നോക്കട്ടെ. അയ്യോ, കോൺട്രിങ് ചെയ്തപ്പോൾ കോൺട്രിങ്ങിലും കൂടി ആയിപ്പോയി അമ്മ. ഗൈസ്, അപ്പോൾ അയ്യോ ഞാൻ ലിപ്പ് അലച്ച് നിറച്ചട്ടെ. അങ്ങനെ എൻ്റെ ആർട്ടിസ്റ്റിക് കലാവിരുദ്ധാണ് ആക്ച്വലി ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. എനിക്ക് നല്ല കഴിവുണ്ട് കേട്ടോ, സീരിയസ് ആയിട്ട്. അല്ലേ അമ്മ? അല്ല, സീരിയസ് ആയിട്ട് എനിക്ക് കഴിവില്ലേ? ഉണ്ടല്ലേ? അതാണ് വേണ്ട.
അപ്പോൾ എൻ്റെ കഴിവ് നിങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇതാണ് അവളെ പണിഷ്മെൻറ്റ്. അടിപൊളിയല്ലേ? എനിക്ക് പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വേണം. ഇതേപോലെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചലഞ്ചസും കുക്കിംഗ് വ്ളോഗും ട്രാവൽസും അങ്ങനെ കുറേ കിടില സാധനങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ അതിന് മുമ്പ് നമ്മൾ കിങ്ങിനെ കാണിക്കണ്ടേ? കിങ്ങിനെ കാണിച്ചത് കിങ്ങിണി കിങ്ങിണി my sweet baby. Ta-da! This is my cutie കിങ്ങിണി. കിങ്ങിണി അമ്മയുടെ അച്ഛൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. പ്ലീസ് എല്ലാവരും അമ്മയുടെ അച്ഛൻ്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ കിങ്ങിണി കുട്ടിക്ക് വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോ കാണാമേ. ഹായ്, ലവ് യു. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് അമ്മു, മാളു ആൻഡ് അമ്മ ബാക്കിലുണ്ട്. ടാറ്റാ, ബൈ ബൈ, സീ യു.